ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഒരു ലെറ്റ്സ് പ്ലേ സീരീസ് കളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്. ഞാൻ ഈ വേൾഡ് ഇത്രയൊക്കെ പണിത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത് കേട്ടോ ഗൈസ്. എന്തോ ഒരു സർവൈവൽ സീരീസ് പോലെ ഇടാമെന്ന് ഞാൻ പിന്നെയാണ് ആലോചിക്കുന്നത്. പിന്നെ മുതൽ ഞാൻ ഈ വേൾഡിൻ്റെ സർവൈവൽ സീരീസ് ഇടുന്നതാണ് കേട്ടോ ഗൈസ്, ഓരോ എപ്പിസോഡായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കാണിച്ചു തരാം. കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഗൈസ് നമ്മുടെ വേൾഡ്. നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് എൻ്റെ വീട്. വീട്ടിൽ കിടന്ന അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഫർണൈസൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ബെഡ്റൂം, പിന്നെ ഇതൊരു ചെറിയ സ്റ്റോറേജ് സിസ്റ്റം കേട്ടോ. ഇവിടെയാണ് നമുക്ക് ചെറിയ പണിയുള്ളത്. അത് ഞാൻ പിന്നെ പറയാം. നമുക്ക് നേരെ അടിക്ക് പോവാം. ഇതാണ് ഗൈസ്. ഇപ്പം ഞാൻ ഇതിപ്പോൾ പണിത ഫാം തന്നെയാണ്, പക്ഷെ ഞാൻ അത് ഉൾപ്പെടുത്താൻ മറന്നു പോയിട്ടോ. അതാണ് ഉണ്ടായത്. വീഡിയോ എടുത്തു വെച്ചതാണ്, പക്ഷെ കട്ടായി പോയി. പിന്നെ അതൊരു മൈനിങ് ഏരിയ. അത് അടിക്ക് പോവും. ഉണ്ടോ, ഏണിയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം അടിക്ക് പോകും. ഒരു മൈനിങ് ഏരിയ ആണ് ഇതെൻ്റെ ബന്ധു പണിതാണ് കേട്ടോ, സിദ്ധാർത്ഥ്. അപ്പോൾ ഞാൻ അതൊന്ന് കംപ്ലീറ്റ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ബന്ധുവാണിത് ഇത്രയും പണിതത്. ഇത്രയല്ല, ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. ഞാനതിനിങ്ങനെ ആക്കുകയൊക്കെ ചെയ്തത്. ഞാൻ ഓരോ സാധനങ്ങൾ വെച്ചിട്ട് ആക്കുകയാണ് ചെയ്തത്. ബന്ധുവിൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ് കേട്ടോ. MLG കിങ്. ആരും കണ്ടില്ല, നമുക്ക് പോവാം ഗൈസ്. ഇതാണ് ഞങ്ങളുടെ നെതർ പോർട്ടൽ. പിന്നെ അവിടെ ഒരു അയൺ ഫാം ഉണ്ട്, ഒന്നിനും ഉള്ളാത്ത അയൺ ഫാം. ഞാൻ പണ്ടിപ്പോൾ ഇത് വർക്കാവുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അത് വർക്കായില്ല. അതാണ് അയൺ ഫാം. ഈ ലാവ വഴി തട്ടി ചാവും, പക്ഷെ അത് വർക്കായില്ല. അടിക്ക് പോയതാണ് എൻ്റെ ഒരു ടെക്നിക്ക്. എൻപ്രോ എന്നൊക്കെയാണ് സോംബിക്ക് പേരിട്ടേക്കണ്. എൻ്റെ 3 വില്ലേജേഴ്സ്. എന്നിട്ട് രാത്രി ആകുമ്പോൾ അങ്ങനെ അയൺകൊല്ലം വരുന്നതായിരുന്നു, പക്ഷെ വർക്കായില്ല. ഒന്നിനും കൊള്ളാത്ത ഫാമായി. വെറുതെ എൻ്റെ കുറേ സമയം പോയി ഗൈസ്. പിന്നെ ഇതാണ് കോബിൾ സ്റ്റോൺ ഫാം. അത് ഈ വീട് പണിയുമ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ഹോള് വഴി കോബിൾ സ്റ്റോൺ പൊട്ടിക്കാൻ നമുക്ക്. ഞാൻ ഒരു സ്ഥലം വരെ പോയി കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ കുതിര. മറ്റേത് സിദ്ധാർത്ഥിൻ്റെ കുതിരയാണ്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അവൻ്റെ കുതിരയാണ്. അപ്പം ഞാൻ ഒരു സ്ഥലം വരെ പോവാം. ഞങ്ങളുടെ ഫോണ് വെച്ച് എൻ്റെ XP ഫാമിക്കാണ് കേട്ടോ ഗൈസ്. XP ഫാം സ്കെൽട്ടൻ്റെ ഫാം എന്ന് വേണമെങ്കിൽ പറയാം. അതിലേക്ക് അമ്പും കിട്ടും, പിന്നെ XPയും കിട്ടും, എല്ലാം കിട്ടും. അങ്ങനത്തെയാണ്. ആദ്യം നമ്മുടെ കുതിരേനെ ഇവിടെ കെട്ടിയിടാം കേട്ടോ ഗൈസ്. കെട്ടിയിടാം. നമുക്ക് ഉള്ളിലേക്ക് പോകാം കേട്ടോ ഗൈസ്. ഇതെവിടെയാണ്? ഞാനൊരു ദിവസം ഇങ്ങനെ മൈനിങ് പോകുമ്പോൾ അവിടെ കണ്ടതാണ് സ്പോണർ. അപ്പോൾ ഞാൻ അതൊരു ഫാമാക്കി മാറ്റി, അത്രേ ഉള്ളൂ. നമുക്ക് അടിക്ക് ചെല്ലാം. അതാണ് കഴിച്ചോടെ അമ്പൊക്കെ കുത്തി നിൽക്കുന്നുണ്ട്. ഇതിൽ കിട്ടും, കുറേ അമ്പുണ്ട് ഇവിടെ. അതാണ് സ്കെൽട്ടൻ ഇങ്ങനെ വന്നുകൊണ്ട് നമുക്കിങ്ങനെ തീർക്കുക. XP കിട്ടും. നമുക്ക് XP അമ്പും വില്ലൊക്കെ കിട്ടും. ഒരു അടിപൊളി ഫാം തന്നെയാണ്. എന്തായാലും പോവാട്ടോ, വീട്ടിൽ പോവാം. രാത്രി ആയി തുടങ്ങിയിട്ടുണ്ട്. വേഗം വീട്ടിലേക്ക് എത്തി ഗൈസ്. നമ്മൾ ഇവിടെ കിടക്കും കുതിര. നമുക്ക് കുതിരനെ പാട്ട കുതിര. നമുക്ക് കുതിരനെ കെട്ടിയിടാം. അകത്തേക്ക് പോകാം ഗൈസ്. കയറിക്കോ ഉറങ്ങാം ഗൈസ്. രാവിലെ എണീച്ചു. അപ്പോൾ ഇനിയാണ് നമ്മുടെ പണി നമ്മൾ തുടങ്ങാൻ പോണത്. ഞങ്ങൾ സ്ഥലം മൊത്തം കണ്ടല്ലോ. ഇവിടെ നമുക്ക് ഓരോ ഐറ്റം ഫ്രെയിം വെക്കണം. ഐറ്റം ഫ്രെയിം എന്താണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ കാട്ടിത്തരാം. ഇതാണ് എവിടെ? ഇതാണ് ഗൈസ് ഐറ്റം ഫ്രെയിം. നമ്മളിതവിടെ വെച്ചിട്ട് നമ്മുടെ ചെസ്റ്റ് മൊത്തം ഒന്ന് സോർട്ട് ചെയ്യാൻ പോവാണ്. ഇതിന് ആദ്യം നമുക്ക് ലെതർ വേണം. ലെതർ നമ്മുടെ കയ്യിൽ ഉണ്ടോയെന്ന് ആദ്യം പോയി നോക്കാം കേട്ടോ ഗൈസ്. ഇല്ലെങ്കിൽ പശുവിനൊക്കെ കൊല്ലേണ്ടി വരും. നോക്കാം. നമുക്ക് അത്യാവശ്യം ഒരു രണ്ട് ലെതറൊക്കെ കിട്ടി. നമുക്ക് ഇതാ പശു. അയ്യേ, ഒന്നും തന്നില്ല ഗൈസ്. നമുക്ക് പോയി നോക്കാം. ചാട്.
ഓ കുതിര കുതിര കൊന്നോ ഒന്നോ 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 വെട്ട്. അടാ അത് ചെറിയ കുതിരയായിരുന്നു. കുട്ടി കുതിരനെ ഒന്നും കിട്ടിയില്ല ഗൈസ്. പശുക്കളെവിടെ? ആ കിട്ടി. 1 2 3 4 5 ഗൈസ്. നമുക്ക് 10 ലെതർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഐറ്റം ഫ്രെയിം ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് സ്റ്റിക്ക് വേണം ഉണ്ടാക്കാൻ. സ്റ്റിക്ക് ഉണ്ടോ നോക്കാം അതിൽ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര സ്റ്റിക്ക് ഉണ്ട്? വുഡ് വെച്ച് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം തൽക്കാലത്തേക്ക്. ഒരു 12 എണ്ണം കിട്ടി. അപ്പുറത്തെ ചെസ്റ്റിലുണ്ടോ നോക്കാം ഗൈസ്. ഉണ്ട് ഗൈസ്, ഒരു 14 എണ്ണം. ടോട്ടൽ 26 എണ്ണമായി. നമുക്ക് താത്ത് പോവാം, ഉണ്ടാക്കാം. എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും നോക്കാട്ടോ ഗൈസ്. ആദ്യം 3 എണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഗൈസ്. നമ്മുടെ അത്ര സ്റ്റിക്ക് തീർന്നു. ലെതർ ഇപ്പോഴും ഉണ്ട്, പക്ഷെ സ്റ്റിക്ക് തീർന്നു. 2 എണ്ണാളും ഇനി ബാക്കി. നമുക്ക് ആദ്യം 3 എണ്ണം കൊണ്ടുപോയി വെക്കാം അവിടെ. 1 2 3 ഒക്കെ സെറ്റ് ഗൈസ്. ഞാൻ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ വെക്കാം. ഇത് മൈനിങ്ങിൽ പോയി കിട്ടുന്ന സാധനങ്ങൾ, ബ്ലോക്കുകൾ. പിന്നെ ഇവിടെ നമുക്ക് എന്താ വെക്കിയപ്പോൾ നമുക്ക് ഗൈസ് നമുക്കിവിടെ അഡ്വഞ്ചറായിട്ട് കിട്ടുന്ന സാധനങ്ങൾ വെക്കാം. നേരെ ഇരിക്കട്ടെ. ഇതെന്താ നേരെ ഇരിക്കാത്ത? എന്താ ഗൈസ് ഇത് നേരെ? ഇതിങ്ങനെ ആണോ ഇരിക്കണത്? സീനില്ല. അവിടെ അഡ്വഞ്ചറായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാം. അഡ്വഞ്ചറായിട്ട് കിട്ടുന്നതൊക്കെ നമുക്കിവിടെ ഫുഡ് വെക്കാം. പിന്നെ ഇനി നമ്മുടെ കയ്യിലില്ല, നമുക്ക് വേഗം പോയി ഉണ്ടാക്കാം കേട്ടോ ഗൈസ്. വുഡാകട്ടെ. നമ്മുടെ കയ്യിൽ ആവശ്യമുള്ള 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണം കൊള്ളു നോക്കാം. 1 2 3 4 5 6. ഒരെണ്ണം കൂടി വെച്ചാൽ നമുക്കിത് കംപ്ലീറ്റ് ആക്കാം കേട്ടോ. ഇത് പൊട്ടിക്കാനാണെന്ന് ആലോചിക്കണത്. അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം. ആദ്യം നമുക്ക് സാധനങ്ങൾ വെക്കാം. നമുക്കിവിടെ വുഡിൻ്റെ സാധനങ്ങൾ. പിന്നെ നമുക്കിവിടെ ഓരോ ഓറോൾ ഇവിടെ വെക്കാം കേട്ടോ ഗൈസ്. പിന്നെ ഈ സൈഡിൽ നമുക്ക് ആദ്യം ടൂൾസ് വെക്കാം. പിന്നെ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റ് പറഞ്ഞാൽ ആർമർ വെക്കാം. പിന്നെ വേറെ ടൈപ്പ് എന്തെങ്കിലും ബ്ലോക്കുകൾ വേണമെങ്കിൽ അതിൽ വെക്കാം കേട്ടോ ഗൈസ്. പിന്നെ ഇനി ഒരെണ്ണം കൂടി വെക്കണം. അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് അവസാനം പറയാം ഗൈസ്. എന്താണ് തീരുമാനിച്ചിട്ടില്ല. 2 എണ്ണം വെക്കണം അവിടെ. അത് ഞാൻ കണ്ടുപിടിച്ചിട്ട് സോർട്ട് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ ഗൈസ് എന്തൊക്കെയാണ് വെച്ചെന്ന്. ഗൈസ് നമ്മുടെ എല്ലാ പണിയും തീർത്തിട്ടുണ്ട്. നമ്മൾ ആ 2 എണ്ണം കംപ്ലീറ്റും ചെയ്തു. ഫുഡ് അടിയുടെ ഇവിടെ കുറച്ച് ഓറോൾ വെച്ചിട്ടുണ്ട്. നമ്മൾ സെറ്റാക്കി. ഇവിടെ വുഡൻ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അഡ്വഞ്ചറിലും പോയിട്ട് കിട്ടിയ സാധനങ്ങൾ, സീഡും കാര്യങ്ങളൊക്കെ വെക്കണമുണ്ട്. അതിൻ്റെ ഒപ്പം കൃഷിപരമായ കാര്യങ്ങൾ വെക്കുന്നുണ്ട്. പിന്നെ അഡ്വഞ്ചർ പോയ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അതിൽ. അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൈനിങ്ങിന് പോയി കിട്ടിയ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ വെച്ചേക്കണത് ഓരോ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഓരോ ടൈപ്പ് ടേബിൾസാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഓരോന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചേക്കുന്നത്. ഫർണേസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ അവിടെ വേറെ ടൈപ്പ് കുറച്ച് ബ്ലോക്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഡേർട്ടും കാര്യങ്ങളൊക്കെ ഇതിലിരിക്കുന്നത്. പിന്നെ ആർമർ ഗൈസ്, ഇത്ര ആർമയിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ ടൂൾസ് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്പും അതും ഇടാനുള്ള സാധനമൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ റയറായിട്ടുള്ള സാധനങ്ങൾ വെക്കാനാണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ചത്. റയറായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഈ സാധനം റയറൊന്നുമല്ല, എനിക്കറിയാം. എന്നാലും ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. സ്മൈലി ബോർഡൊന്നും റയറല്ല, എന്നാലും അതിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇത്രയൊക്കെയാണ് നമ്മൾ സെറ്റാക്കിയത്. നമ്മളിതൊരു സീരീസ് പോലെ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ പെട്ടി ഞാൻ പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. മുകളിലിരിക്കുന്നത് ഒരു ബോറായിട്ടുള്ള ലുക്കായതുകൊണ്ട് ഞാൻ അതവിടെ നിന്ന് പൊട്ടിച്ച് കളഞ്ഞു. പിന്നെ നമ്മളിതൊരു സീരീസ് ആയിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ എപ്പിസോഡായിട്ട്. കൃഷിയൊക്കെ നടക്കുന്നുണ്ടോ നോക്കാം ഗൈസ്. കൃഷിയൊക്കെ ചെയ്തോ. കൃഷി സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഗൈസ്. പണിയെടുത്തോ, മര്യാദയ്ക്ക് അവിടെ നിന്ന് പണിയെടുത്തോ. അപ്പോൾ ഇവർ നമുക്ക് കൃഷി ചെയ്ത് തന്നോളും. അപ്പോൾ നമ്മളിതൊരു എപ്പിസോഡായിട്ട് ഇടാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനതൊരു ഫസ്റ്റ് എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാണ്. പക്ഷേ നമ്മൾ ഇത്രയും പണിയൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ എപ്പിസോഡായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.